ഹായ്, JS വ്ലോഗ് പാറശാലയിലേക്ക് ഇവരെ സ്വാഗതം ചെയ്യാണ്. അപ്പോൾ അടുത്ത് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് എന്നോട് പറയുകയാണ്, രേണു സുധിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം, അവരെ കുറിച്ച് 2 വാക്ക് പറയാമോ എന്നുള്ളത്. നോ അഭിപ്രായം, എനിക്കൊരു അഭിപ്രായം അവരെക്കുറിച്ച് പറയാനില്ല. ആദ്യം തന്നെ എന്നോട് ക്ഷമിക്കുക. പിന്നെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കുക. നമ്മുടെ സേഫ്റ്റി, നമ്മുടെ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ നോക്കുക. കാരണം പെണ്ണായി പിറന്നു കഴിഞ്ഞാലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞാലും കുറ്റം, ഇങ്ങോട്ട് തിരിഞ്ഞാലും കുറ്റം. അതാണ് അതിൻ്റെ ഏക ഒരു ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ സൂക്ഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ അവരെക്കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. ഇത്രയും നെഗറ്റീവ് കമൻസുകൾ അവർക്ക് കയറി വരാൻ കാരണം അവർ തന്നെയാണ്. അവർ കുറച്ച് അവരെ സൂക്ഷിച്ചിരുന്നുവെങ്കിൽ, അവരുടെ നാവുകൾ അവരെ കുറച്ചുകൂടെ നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ അവർക്കെതിരെ വരില്ല എന്നുള്ളതാണ് എനിക്ക് അവരെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ കിച്ചുവിനെ കുറിച്ച് പറയാനാണ് വന്നത്. അതായത് സുധിയുടെ മോനെക്കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത് കേട്ടോ. മോനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ തുറന്ന് മീഡിയക്കാരോട് സംസാരിച്ചു. അതുമായിട്ട് അവന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നല്ല പാട്ടുകൾ പാടാൻ അറിയാമെന്നുള്ള ഒരു കലാകാരൻ്റെ മോനും കലാകാരനുമാണ് കേട്ടോ. നല്ല പാട്ട് പാടും. അതൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. അവൻ്റെ വ്ളോഗ്സ് എന്നിട്ട് ഞാൻ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ഞാൻ കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. നല്ലതാണ്, കൂട്ടാണ്. അപ്പോൾ അവനോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മയെപ്പോലെ ഒരിക്കലും വ്ളോഗേഴ്സിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നുകൊണ്ട് വിടുവായി പറയരുത്. അത് പറയുന്നില്ല മോൻ, അതൊക്കെയാണ്. എനിക്കതിൽ ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. കാരണം ഒരു മോന് ഇത്രയും പക്വതയുള്ള ഒരു 10-21 വയസ്സായ ഒരു കുട്ടി, 20-21 വയസ്സാണെന്ന് തോന്നുന്നു, ആ ഒരു കുട്ടി ഇത്രയും പക്വതയോടെ സംസാരിക്കുന്നു. 34 വയസ്സായെന്ന് പറയുന്നു രേണുവിന്. അവൾക്ക് എവിടെ പോയി ഈ പക്വത എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പക്വത എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം അമ്മയെക്കുറിച്ച് ചോദിച്ചാലും ആരെക്കുറിച്ചാലും നോ കമൻറ്റ്സ്. ആയിക്കോട്ടെ, അവരെന്തോ പറഞ്ഞുണ്ട്. പക്ഷേ ആ സംസാരത്തിൽ അവരുടെ കാര്യങ്ങളെല്ലാം ഉണ്ട്, അവൻ്റെ സംസാരത്തിലുണ്ട്. പക്ഷേ കുത്തി കഴിഞ്ഞ് അതിനെക്കുറിച്ച് റിയേറ്റ് ചെയ്യുന്നവർക്ക് ചെയ്യാം. പക്ഷേ എനിക്ക് പറയാനുള്ള, അവൻ നല്ല രീതിയിൽ തന്നെയാണ് മറുപടി കൊടുക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ള. അമ്മയെക്കുറിച്ച് ചോദിച്ചിരുന്നാലും ശരി തന്നെ, അച്ഛനെക്കുറിച്ച് ചോദിച്ചാലും ഋതപ്പനെക്കുറിച്ച് ചോദിച്ചിരുന്നാലും പറയാൻ അവന് വാക്കുകൾ ഒത്തിരി ഉണ്ട്. പക്ഷെ അവൻ എല്ലായിടത്തും ഒരു മാന്യത കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ വളരെ വളരെ ഉയരങ്ങളിലെത്തും എന്നുള്ളത് 100% ഉറപ്പാണ്. അവന് വേണ്ടി അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കാൻ ജനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അനുഗ്രഹങ്ങൾ ഒപ്പമുണ്ട്. ദൈവം അവൻ്റെ കൂടെയുണ്ട്. എല്ലാത്തിനും മുകളിൽ ദൈവം അവൻ്റെ കൂടെയുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ ഇനോഗ്രേഷന് പോയി നല്ല ഒരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അത് ഒരുപാട് സന്തോഷം എനിക്ക് തോന്നുന്നുണ്ട്. ഇതുപോലെ ഇനിയും ഉദ്ഘാടനങ്ങൾ അവനെ വാരിക്കോരി കിട്ടട്ടെ എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി സിനിമയിൽ വരണം എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. സിനിമയിൽ അവൻ വരണം. കാരണം ഇത്രയും പറഞ്ഞ് പരത്തിയ അവരുടെ മുന്നിൽ അവൻ വരണം. വളരെ ഉയരങ്ങളിലെത്തണം. ഋതപ്പനെ അവൻ നോക്കണം എന്നുള്ളതൊക്കെ എൻ്റെ ഒരു കാര്യമാണ് കേട്ടോ. കാരണം അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു കുട്ടിയാണ് ഇന്ന് കിച്ചു. ഋതപ്പൻ അങ്ങനെയല്ല, അമ്മയെങ്കിലും ഉണ്ട്. കിച്ചുവിന് അങ്ങനെയല്ല, അമ്മയും ഇല്ല, അച്ഛനും ഇല്ല. പിന്നെ കർമ്മ അവനൊരു അമ്മയുണ്ട്. പിന്നെ നമ്മളത് പറയേണ്ട കാര്യമില്ലല്ലോ. എത്രയായാലും അതങ്ങനെ തന്നെയാണ്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനൊന്നും തന്നെ ഇല്ല. അപ്പോൾ കർമ്മ അമ്മ ഉണ്ടെങ്കിലും അവനെ പ്രസവിച്ച അമ്മ ഇന്ന് ജീവനോടെ ഇല്ല, അച്ഛനുമില്ല. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ അവൻ വളരെ ഉയരങ്ങളിലെത്തണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വളരെ വളരെ സന്തോഷകരമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇന്നലെയാണ് അവൻ്റെ ആ ഒരു ഇനോഗ്രേഷൻ കണ്ടത്. വളരെ സന്തോഷമായി വീഡിയോസ് കണ്ടപ്പോൾ. ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പോൾ അവൻ ഇനിയും വളരെ ഉയരങ്ങളിലെത്തണം. സിനിമ കിട്ടണം, റീൽസുകൾ കിട്ടണം, ആൽബങ്ങൾ കിട്ടണം എന്നുള്ളതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അവൻ ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ ബൈ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റുകൾ നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ബൈ.